ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ നിയമ നടപടി എടുക്കാനൊരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്താണ് സംഭവം? ഈ ഗൗതം അദാനി ഇന്ത്യയിലെ ഇപ്പോൾ ഉയർന്നു വരുന്ന അംബാനിക്കും ടാറ്റയ്ക്കും ഇടയിൽ ഉയർന്നു വരുന്ന ഒരു ബിസിനസ് സംരംഭകനാണ് ഗൗതം അദാനി. ഗൗതം അദാനിയും അദ്ദേഹത്തിൻ്റെ അനന്തരവൻ സാഗർ അദാനി, പിന്നെ അവരുടെ കമ്പനി അദാനി ഗ്രൂപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന വേറെ കുറച്ച് പേരുമുണ്ട്. ഇവർക്കെതിരെയാണ് ഇപ്പോൾ നിയമ നടപടി വന്നിരിക്കുന്നത്. അത് നിയമ നടപടിക്ക് പോയിരിക്കുന്നത് അമേരിക്കയിലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഇത് നമ്മുടെ നാട്ടിലും ഇതേപോലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇന്ത്യയിലും ഉണ്ട്, ഇത് സമാനമായത്. അത് ഉദ്ദേശിക്കുന്നത് ഈ ഓഹരി ഇടപാടുകളുടെ അതിൻ്റെ നിയന്ത്രണം, അതിൻ്റെ നിക്ഷേപങ്ങൾ വരുന്നതിൻ്റെ അതിൻ്റെ ആധികാരികത, ഈ പണം കള്ളപ്പണമാണോ അല്ലയോ, എന്തെങ്കിലും ക്രമക്കേടുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നുണ്ടോ, ഈ ബോഗസ് എന്ന് വെച്ചാൽ കെട്ടിച്ചമച്ച, അതായത് കടലാസ് കമ്പനികളെന്നൊക്കെ നമ്മൾ പറയും, വെറും പേരിന് മാത്രം ഒരു കമ്പനി രൂപീകരിച്ച് ഒന്നുകിൽ അതുകൊണ്ട് ഏതെങ്കിലും ബാങ്കിൽ നിന്ന് അനധികൃതമായി വായ്പ സമ്പാദിക്കുക, അല്ലെങ്കിൽ ഓഹരി നിക്ഷേപകരെ വഞ്ചിക്കുക, വെറും ഇല്ലാത്ത ഒരു കമ്പനിയുടെ പേരിൽ നിക്ഷേപം സ്വീകരിച്ച് വഞ്ചിക്കുക, ഇത്തരം നടപടികളൊക്കെ എല്ലായിടവും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഇന്ത്യയിലുള്ള സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംവിധാനം. സമാനമായി അമേരിക്കയിലുള്ളൊരു സാധനമാണ് US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ എന്ന് പറയുന്ന സ്ഥാപനം. അപ്പോൾ ഇവർ അവിടെ ഒരു ഫെഡറൽ കോടതിയിൽ ഒരു സിവിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അദാനിക്കെതിരെ. അവർ പറഞ്ഞേക്കുന്നത് അവിടെ ഈ ഗൗതം അദാനിയുടെ പേരിലുള്ള കമ്പനി അമേരിക്കയിലുള്ള നിക്ഷേപകരിൽ നിന്നും വൻ തുക സമാഹരിച്ചു, എന്നിട്ട് ഇന്ത്യയിലുള്ള ചില ഭരണകർത്താക്കൾക്ക്, വേണ്ടപ്പെട്ടവർക്ക്, അധികൃതർക്കൊക്കെ 265 മില്യൺ അമേരിക്കൻ ഡോളർ കൈക്കൂലി കൊടുത്തു എന്നുള്ളതാണ് ആരോപണം. ഇത് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ സോളാർ പവർ പദ്ധതികളുണ്ടല്ലോ, അപ്പോൾ അതിൽ വൻതോതിൽ നിക്ഷേപം നടത്താൻ അതിനുള്ള അനുമതി കിട്ടാൻ വേണ്ടപ്പെട്ടവർക്ക് പണം കൊടുത്തു എന്നുള്ളതാണ് ആരോപണം. അപ്പോൾ ഈ അമേരിക്കയിൽ ഈ നിക്ഷേപം സ്വീകരിച്ചപ്പോൾ ഉള്ള വ്യവസ്ഥകൾ പ്രകാരം ഈ അദാനി കമ്പനി ഒരു കാര്യം ഈ നിക്ഷേപകർക്ക് ഓഫർ ചെയ്തിരുന്നു. അത് ആൻറ്റി കറപ്ഷൻ ആൻഡ് ആൻറ്റി ബ്രൈബറി പോളിസി അനുസരിച്ചാകും. അതായത് ഇവർ ഒരു തരത്തിലും ഒരു കള്ളത്തരം ചെയ്യില്ല, ക്രമക്കേട് നടത്തില്ല, ആർക്കും കൈക്കൂലി കൊടുക്കില്ല, ഇത്തരം നടപടികൾ നടത്തിക്കിട്ടാൻ. ആ ഒരു വാഗ്ദാനത്തിൻ്റെ പേരിലാണ് പലരിൽ നിന്നും ഇവർ നിക്ഷേപം സ്വീകരിച്ചത്. എന്നിട്ട് ഇവർ നിക്ഷേപകരോട് മറച്ചു വെച്ചുകൊണ്ട് ഇത്രയും ഭീമമായ തുക ഇന്ത്യയിലുള്ള ചില വേണ്ടപ്പെട്ടവർക്ക്, അതായത് കൃത്യമായി പറഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങൾക്കും, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ KSEB, ഇതേപോലെ ഓരോ സംസ്ഥാനങ്ങൾക്കും ഈ വൈദ്യുതി വിതരണത്തിനായിട്ട് ഓരോ കമ്പനികളുണ്ടാവും, പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടാവും. അപ്പോൾ അതിലുള്ള പലരെയും സ്വാധീനിക്കാൻ വേണ്ടി ഇത്രയും ഭീമമായ തുക കൈക്കൂലി ഇനത്തിൽ ചെലവഴിച്ചു എന്നുള്ളതാണ് ഈ ഗൗതം അദാനിയും അവരുടെ അനന്തരവൻ സാഗർ അദാനിയും പിന്നെ ആ കമ്പനിയുടെ ഭാരവാഹികളായ പലർക്കുമെതിരെയുള്ള ആരോപണം. അപ്പോൾ ഇത് സംബന്ധിച്ച് കുറേ കാലമായിട്ട് ഈ നിയമ നടപടികൾ തുടരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ കോടതിയെ സമീപിച്ചിട്ട് അവർ ഇതിൻ്റെ പ്രോഗ്രസ്, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റ് 11 ഇവരുടെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്തത്. അപ്പോൾ ഇതുപ്രകാരം ഈ ഗൗതം അദാനിക്കെതിരെ ഉള്ള നിയമ നടപടി, അതായത് അദാനി ഇപ്പോൾ ഇന്ത്യയിലാണ്, ഇന്ത്യൻ സ്വദേശിയാണ്, ഇന്ത്യൻ പൗരത്വമുള്ള ആളാണ്. അമേരിക്കയിലുള്ളൊരു കോടതിക്ക് ഒരിക്കലും ഇന്ത്യയിലുള്ളൊരു പൗരനെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടിക്ക് വിധേയമാക്കാൻ പറ്റില്ല. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് അതിൽ ബാധകമാണ്. ഇത്തരെങ്കിലും സാമ്പത്തിക കുറ്റകൃത്യം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കരാറുണ്ടെങ്കിൽ മാത്രമേ അത്തരം കുറ്റവാളികളെ കൈമാറ്റം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതനുസരിച്ച് ഈ ഫെഡറൽ കോടതി ഇതിൻ്റെ നടപടിക്രമങ്ങൾ, ഇതിൻ്റെ തുടർ നടപടികൾ എന്തായി എന്നറിയാനായിട്ട് ഇത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം വഴി നമ്മുടെ ഇന്ത്യയെ സമീപിച്ചു. അതായത് ഈ കോടതി ഇതിൻ്റെ പ്രോഗ്രസ് ഇവരോട് തേടിക്കൊണ്ടിരിക്കുകയും സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത്, ഞങ്ങൾ ഇന്ത്യയിലുള്ള മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്, ഇവിടുത്തെ നിയമ മന്ത്രാലയത്തെ ബന്ധപ്പെട്ട് അദാനിക്കെതിരെ ഇത്തരത്തിലൊരു പരാതിയുണ്ട്, ഞങ്ങൾ ഫെഡറൽ കോടതിയിൽ ഇതിനെ സംബന്ധിച്ചുള്ള കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്,
അപ്പോൾ ഈ ഫെഡറൽ കോടതി അനുവദിച്ച ഒരു സമൻസ് എന്താണെന്നറിയാമല്ലോ, നമ്മൾ കോടതിയിൽ ഹാജരാകാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ്, അത് നമ്മുടെ ഇന്ത്യയിലുള്ള നിയമവകുപ്പിന് കൈമാറി. ഈ നിയമവകുപ്പ് ഇതിപ്പോൾ കൈ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇവരുടെ ആരോപണം. ഇത് അദാനിക്ക് ഇതുവരെ കൈമാറിയിട്ടില്ല. ഈ നിയമവകുപ്പ് ഈ സമൻസ് കൃത്യമായി അദാനിക്ക് കൈമാറി അത് അദാനി സ്വീകരിച്ച് ഈ കോടതിയിൽ വിചാരണയ്ക്ക് ഹാജരാകണം എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിങ്ങനെ സമൻസ് കൊടുത്തിട്ടുണ്ടെന്നല്ലാണ്ട് അതിന് മറുപടിയൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ ഇപ്പോൾ ഫെഡറൽ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അതായത് ഇവർ ആരോപിക്കുന്നത് ഈ ഇത്തരത്തിൽ വലിയ രീതിയിൽ കൈക്കൂലി കൊടുത്ത് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള സോളാർ പവർ, സൗരോർജം ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ബൃഹത് പദ്ധതികൾക്ക് വേണ്ടിയിട്ട് അവിടെയുള്ള പല നിക്ഷേപകരിൽ നിന്നും പല ബാങ്കുകളിൽ നിന്നും അനധികൃതമായി ഇല്ലാത്ത രേഖകൾ ചമച്ച് അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വൻതോതിൽ നിക്ഷേപം സമാഹരിച്ചു എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള ആരോപണം. ഇത്രയും വലിയ, അതായത് $265 മില്യൺ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ രൂപയിൽ വരുമ്പോൾ കോടിക്കണക്ക് വലിയൊരു തുകയാണ്. അപ്പം ഇത്രയും തുക ഇതിൽ കൈക്കൂലിയായിട്ട് തന്നെ കൊടുത്തു എന്നുള്ളത് ആ ആരോപണത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള പ്രശ്നം ഇപ്പോൾ ഈ ക്രോസ് ബോർഡർ ലീഗൽ കോപ്പറേഷൻ എന്നാണ് അവർ പറയുക. അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിർത്തികൾ കടന്നുകൊണ്ട് നിയമപരമായി ഇതേപോലെ കുറ്റവാളികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ എത്രത്തോളം സഹകരണമുണ്ട്. ഇതിപ്പോൾ സ്വാഭാവികമായി ഇന്ത്യ അമേരിക്ക തമ്മിൽ അത്തരം ബന്ധമുണ്ട്. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഈ ഗൗതം അദാനിക്കെതിരെയുള്ള ഈ സമൻസ് അദ്ദേഹത്തിന് കൊടുക്കാത്തത്, ഇനി അതിൽ എന്തെങ്കിലും മറ്റ് സാങ്കേതിക തടസ്സമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇന്ത്യൻ അധികൃതർ ഇതുവരെ അതിൽ സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും അമേരിക്കയിൽ ഇപ്പോൾ ഗൗതം അദാനിക്കെതിരെ കേസുണ്ട്. അതുപ്രകാരം അയാൾ അവിടെ കുറ്റവാളിയാണ്, കോടതിയിൽ വിചാരണയ്ക്ക് ഹാജരാകണമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഈ സോളാർ ബന്ധപ്പെട്ട് നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുണ്ടായ സോളാർ തട്ടിപ്പ് കേസ് നമ്മൾ അറിയാമല്ലോ. അപ്പോൾ അതുമായിട്ട് ഏതോ ഒരു സാദൃശ്യം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ നമ്മുടെ സോളാർ പദ്ധതികൾ സ്ഥാപിക്കാം, അതിനുള്ള അനുമതി കിട്ടാൻ വേണ്ടി സരിതാ എസ് നായരും ബിജു രാധാകൃഷ്ണൻ അടങ്ങുന്ന സംഘം പല ഉദ്യോഗസ്ഥരെയും കണ്ട് അവർക്ക് പല സാമ്പത്തികമായിട്ടും അല്ലാതെയും കുറേ സ്വാധീനമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണല്ലോ ഇവിടുത്തെയും കേസ്. സമാനമായ രീതിയിൽ അവിടെയും ഇവർ വലിയ രീതിയിലുള്ള നിക്ഷേപം സ്വീകരിച്ച് വലിയ രീതിയിലുള്ള ലാഭം വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നും ഇത്തരത്തിൽ തുക സമാഹരിച്ചു. പക്ഷേ അതിൻ്റെ മറവിൽ പലർക്കും വമ്പൻ തുക കൈക്കൂലി കൊടുത്തു എന്നുള്ള തരത്തിലാണിപ്പോൾ കേസ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് പ്രകാരം ഗൗതം അദാനിക്ക് അവിടെ ഹാജരായാൽ ഉറപ്പായിട്ടും അദ്ദേഹം ഇത് സംബന്ധിച്ചുള്ള വിചാരണ നേരിടും. പക്ഷേ ഇപ്പോൾ അവർ ഇത്തരം ആരോപണങ്ങളിൽ ഒരു വസ്തുതയും ഇല്ല എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ കഴമ്പില്ല. ഇത് അതേ സംബന്ധിച്ചുള്ള ഇത്തരം നിക്ഷേപ പദ്ധതികളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ സോളാർ വൈദ്യുത പദ്ധതികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ പരസ്യമാക്കിയിട്ടുള്ളൊരു സംഗതിയാണ്. അതിൽ ഇത്തരം ഒരു കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യകതയില്ല. അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ അത് അടിസ്ഥാനരഹിതമാണെന്നുള്ളൊരു നിലപാടാണ് അവരെടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു നിലപാടിൻ്റെ പേരിലായിരിക്കണം ഇവർ ഈ സമൻസ് കൈപ്പറ്റാത്തത് എന്നാണ് തോന്നുന്നത്.